ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മുത്ത് വെച്ച സുന്ദരി റിസാലീസ് പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കട്ടിംഗ് ഒന്നും അല്ലാതെ എങ്ങനെ നിറയെ തൈകൾ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും കയറി കണ്ട് ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യണം. ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നല്ല ഭംഗിയല്ലേ ഈ പ്ലാന്റ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇടയ്ക്ക് സെയിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ച പ്ലാന്റാണ്. കുറച്ച് എൻ്റെ കയ്യിലുള്ളായിരുന്നുള്ളൂ, പെട്ടെന്ന് തീർന്നും പോയി. അപ്പോൾ ഇതിൻ്റെ സാധാരണ കട്ടിങ്ങിൻ്റെ ലീഫ് എടുത്തിട്ട് ജിഫിയിൽ പിടിപ്പിക്കുമ്പം പെട്ടെന്ന് മുളച്ച് വരണുണ്ട്. നമ്മൾ സാധാ മണ്ണിലും മണലും വയ്ക്കുമ്പോൾ ഈ പ്ലാന്റ് വളർന്ന് വരാൻ ഇത്തി പാടാണ്, പെട്ടെന്ന് റൂട്ടായി നമുക്ക് കിട്ടണില്ല. അപ്പോൾ ജിഫിയിൽ വെച്ചാൽ പെട്ടെന്ന് ആയിട്ട് നമുക്ക് നട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റണുണ്ട് ഈ പ്ലാന്റ്. പിന്നെ നമുക്ക് ഈ പ്ലാന്റിനെ വേറൊരു രീതിയിലും പിടിപ്പിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന നമ്മളെ സുന്ദരി ഇതിൻ്റെ മുത്ത് കണ്ടില്ലേ, ഈ മുത്ത് ഓരോ കുഞ്ഞു ആദ്യം വരുമ്പം തുടക്കമെല്ലാം ഇതുപോലെ ആയിരിക്കും. കുഞ്ഞ് ഇതിൽ നിന്നായിട്ടാണ് വരണ തുടക്കം. ഇത് കണ്ട, ഇതുപോലെയാണ് വരണത്. ഓരോ ഘട്ടങ്ങളും ആയിട്ട് ഇങ്ങനെ വളർന്ന് കുറച്ച് ദിവസം എടുക്കും ഇതൊന്ന് പാകമായി കിട്ടുക. ഇതൊക്കെ ചെറുത്, ഇതൊക്കെ പിന്നീട് വന്ന ഇത്തിരി മൂത്ത സീഡാണ്. ഇതെല്ലാം നന്നായിട്ട് ഇപ്പം നല്ലൊരു ഗ്രീനിലായിട്ടല്ലേ ഇരിക്കണേ. ഈ സീഡെല്ലാം ഒരു വൈറ്റിലോട്ട് പോരും, ഇളം വൈറ്റ് കളർ പോലെ ഇത് കയറി വരും ഇത് പാകമാകുമ്പോൾ. അപ്പോൾ അതിൻ്റെ സീഡ് നന്നായിട്ട് വിളഞ്ഞ് നല്ല പഴുത്ത് വരുമ്പോഴാണേ ഇതിൻ്റെ സീഡ്. ഇത് നമുക്ക് എടുത്തിട്ട് ഒരെണ്ണം എടുത്ത് കാണിക്കാം. ഇതുപോലെ ഒരെണ്ണത്തിന് കണ്ട, ഇതുപോലെ ഒരെണ്ണം എടുക്കണം. എടുത്തിട്ട് ഇത് കണ്ട, നല്ല കറുത്ത സീഡ്, ഒരു ഒട്ടൽ കണക്കാണ്, പക്ഷെ അതിൽ നല്ല കറുത്ത സീഡുണ്ട്. അപ്പോൾ ഇത്തിരി കൂടെ ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ ഇത്തിരി കൂടെ നല്ല അതിൻ്റെ പുറം നന്നായിട്ടൊരു വൈറ്റിലോട്ട് വരും, വൈറ്റ് കളറിലോട്ട് വരും. അപ്പോഴാണ് ഈ സീഡ് നന്നായിട്ട് പഴുത്ത് കിട്ടണത്. അപ്പോഴാണ് നമുക്ക് ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം. അപ്പോഴാണേ കണ്ടാ, അതിൻ്റെ സീഡ് ഒരു പരീക്ഷണത്തിന് ഞാൻ എടുത്തിട്ട് ഞാൻ ഈ ചകിരിച്ചോറിറങ്ങിയ ഈ പോട്ട് മിക്സിലൊന്ന് ഇട്ട് കൊടുത്ത്. ഇതെല്ലാം മുളച്ച് നിൽക്കുന്നത് ഈ പ്ലാന്റിൻ്റെതാണേ. കാണാൻ പറ്റണ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മുളച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് പുറത്തായി ഈ സീഡ് ഇട്ടിട്ട്. ഇത് കണ്ട, അതിൽ മുളച്ചത് കണ്ടിട്ട് ഞാൻ വീണ്ടും പോട്ടി മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ നല്ല ഭാഗമായിട്ടുള്ള വിത്തുകളെടുത്ത് ഞാൻ ഇതിൽ പാവി കൊടുത്തതാണ്. കണ്ട, എല്ലാ സീഡും നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെ കയ്യിൽ ഇതുപോലത്തെ പ്ലാന്റുകൾ കാണുമല്ലോ. അപ്പോൾ എല്ലാവരും വെറുതെ ആരും ഇത് ഇങ്ങനെ ചെയ്യണ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാനൊരു പരീക്ഷണം നടത്തിയതാണ്. അതിൽ വിജയിച്ച് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ കയ്യിലും ഇതുപോലെയൊക്കെ എല്ലാവരുടെ കയ്യിലും കാണും. അപ്പോൾ ഈ സീഡ് നിന്നിട്ട് വെറുതെ പൊഴിഞ്ഞ് വീണ് നശിച്ച് പോവുകയാണ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തണുപ്പുള്ള പോട്ട് മിക്സ്, അതായത് ചകിരിച്ചോറും അല്പം മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഇത്രയും ചേർത്തിട്ടുള്ള പോട്ട് മിക്സിൽ ഈ സീഡ് എടുത്ത് നമ്മൾ ഞെക്കുമ്പം തന്നെ അതിനകത്തുനിന്ന് സീഡ് വരും. അത് കയ്യിലൊന്നും നമ്മളെ വെണ്ടയ്ക്ക കണക്കുള്ളൊരു ഒട്ടണ ഒരു ടൈപ്പാണ്. അത് കയ്യിലൊട്ടി പിടിക്കും. അത് നമ്മൾ നന്നായിട്ട് ആ മണ്ണിൽ പോട്ട് മിക്സിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഒരാഴ്ച, ഒരു 4 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് മുള പൊട്ടി വന്നു തുടങ്ങും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെയ്യണം. ഇതുപോലെയൊക്കെ ഒന്നുണ്ടെന്ന് വെച്ചിട്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. കുറച്ച് ഇതായി വരുമ്പം തന്നെ ചിലതിൽ നന്നായിട്ട് സീഡ് ഇങ്ങനെ വരും, നിറയെ വരും. ചിലത് നന്നായിട്ട് വലുതായാൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്നത് മാത്രം അല്ല, അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ അറിയാവുന്നവർക്കെല്ലാം, ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവരൊക്കെ ഇതുപോലെ ചെയ്യട്ടെ. ഇതിൻ്റെ പോട്ടി മിക്സും ഇത് തന്നെയാണ്. ചകിരിച്ചോറും മണ്ണും അല്പം ചാണകപ്പൊടിയും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലുപൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇത് മഴയായാലും വെയിലായാലും ഒന്നും ഇതേ ഭംഗിക്ക് ഒരുപാട് നാൾ നമ്മളെ കയ്യിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ ഇത്ര റേറ്റുണ്ട്, ചെറുതിനൊക്കെ റേറ്റ് കുറവുമാണ്.
പിന്നെ ഇതിന് നമുക്ക് NPK ലീഫിലെല്ലാം NPK കൊടുക്കണം. NPK സ്പ്രേ ചെയ്ത് കൊടുക്കുക, ചുവട്ടിലൊഴിച്ചും കൊടുക്കാം. ഇടയ്ക്ക് DAP കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കേ.